അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കേക്കുകളുടെ വിശേഷങ്ങളും പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ റെസിപ്പിയും കുറച്ച് കേക്കുകളുടെ ഫോട്ടോസും അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ബേക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അല്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഈസി റെസിപ്പിയാണ് ടെൻഡർ കോക്കനട്ടിൻ്റെ. പിന്നെ ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഇതിൽ പാർസൽ ലീവ്സ് ഉണ്ടെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിതിന് മല്ലിയിലയാണ് പകരം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചീസും ഒക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് കുക്കീസിൻ്റെ ഡൗ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടോ. NYC കുക്കീസാണ് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളൊരു കുക്കീസാണല്ലോ. പിന്നെ ബ്രൗണി ഉണ്ട്, ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടെൻഡർ കോക്കനട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ടെൻഡർ കോക്കനട്ട് ഫ്രഷ് ആയിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് അടുത്ത ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ല നമുക്ക് പൾപ്പ് ഇൻസ്റ്റൻ്റായിട്ട് അതും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഷോപ്പിൽ. നമുക്ക് ഏതാണെങ്കിലും നല്ലത് തന്നെയാണ്, ഒന്നും കൂടി നല്ലത് ഫ്രഷ് ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ബ്രൗൺ കളറൊക്കെ മാറ്റിയിട്ട് കുറച്ച് പൾപ്പ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ എന്താ പറയുക ഒന്ന് ക്രഷ് ചെയ്ത് മിൽക്ക് മെയ്ഡ് കൂട്ടിയിട്ട് കുറച്ച് പൾപ്പ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ കേക്കിൽ അപ്ലൈ ചെയ്യണത്. അതിൻ്റെ ശേഷം കുറച്ച് കട്ട് ചെയ്തത് ഇട്ടു. ആ പൾപ്പ് വിപ്പിംഗ് ക്രീമിൽ മിക്സാക്കി. മിക്സിയിൽ നമ്മൾ ക്രഷ് ചെയ്തെടുത്തല്ല, ആ പൾപ്പ് വിപ്പിംഗ് ക്രീമിൽ മിക്സാക്കിയിട്ട് അതും പിന്നെ വൈറ്റ് ഗണാഷ് കേക്കിൽ സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് വിപ്പിംഗ് ക്രീം നമ്മൾ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ശേഷം കുറച്ച് കട്ട് ചെയ്ത് ടെൻഡർ കോക്കനട്ടിൻ്റെ പീസ് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫില്ലിങ്ങാണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കുമാണ് കേട്ടോ. നമ്മൾ എന്താണോ ഫില്ല് ചെയ്യണത് അതിനനുസരിച്ചാണ് നമുക്ക് കേക്കിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കേക്കിന് റേറ്റ് കൂടാനുള്ള കാരണം. നമുക്ക് ചെറിയ ഫില്ലിങ് മതിയെങ്കിൽ ഇത്രയൊന്നും ഇല്ലാണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കാതെ വെറും പൾപ്പ് മാത്രം ഇട്ട് കൊടുത്ത് ഗനാഷ് ഒഴിക്കാണ്ട് അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കേക്കിൻ്റെ കോസ്റ്റും കുറയും. കേക്കിന് കോസ്റ്റ് കൂടാനുള്ള കാരണം അതൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ് കൊടുക്കാം. അതാണ് കേട്ടോ കേക്കിന് കോസ്റ്റ് കൂടാനുള്ള കാരണം. പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും തന്നെ കേക്കിൻ്റെ മെറ്റീരിയൽസ് ഇപ്പോൾ ചോക്ലേറ്റ് പൗഡറൊക്കെ ആണെങ്കിൽ കൊക്കോ പൗഡർ വില കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. അങ്ങനെ 2-3 സൈസ് ടൈപ്പ് കൊക്കോ പൗഡർ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട് അതേപോലെ തന്നെ. പിന്നെ പ്രീമിക്സാണ് ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യല്. അപ്പോൾ അതും അങ്ങനെ തന്നെയാണ്. പ്രീമിക്സിന് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കുറച്ച് പൈസ കൂടുതലാണ്. അതല്ലാണ്ട് മൈദയും നമ്മൾ സാധാരണ എന്താ പറയുക മൈദ ഷുഗർ അങ്ങനെ നമ്മൾ സാധാരണ കേക്ക് അളന്നെടുത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയും. ഇതൊന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ നമുക്ക് പ്രീമിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും പൈസ കൂടുന്നതിനനുസരിച്ച് കേക്കിൻ്റെ കോസ്റ്റ് കൂടും. പൈസ കുറവുള്ള സാധനങ്ങൾ വാങ്ങിയാൽ കേക്കിൻ്റെ കോസ്റ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ അതാണ് കേക്ക് എന്നല്ല എന്ത് സാധനങ്ങളും പൈസ കൂടാനും കുറയാനുള്ള കാരണം. അപ്പോൾ അത് കസ്റ്റമർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്കൊക്കെ ഡെയിലി എന്ന് പറയും പോലെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഓർഡർ ഉണ്ടാവലുണ്ട്. പിന്നെ നിങ്ങളെ സപ്പോർട്ട് തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഫില്ലിങ്ങൊക്കെ കൊടുത്തത് ഇപ്പം എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ കേക്ക് വരുന്നത്. ഇത് സാധയാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പ്രീമിയം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതിൽ ഗോൾഡൻ ഡസ്റ്റാണ് ഇങ്ങനെ എന്താ പറയുക ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ ഗോൾഡൻ ഡസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡ്രോപ്പ് പോലെ അങ്ങനെ വരും കേട്ടോ. അവർ പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഗോൾഡൻ ഡസ്റ്റിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് എന്ന്. ഞാൻ ലെമൺ ജ്യൂസിലാണ് കേട്ടോ ഡസ്റ്റിനെ മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തു. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് കാണാൻ. പിന്നെ ഫോക്സ് ബോൾ ബ്ലാക്കും ഗോൾഡൻ കളറും വെച്ചിട്ടുള്ള ഫോക്സ് ബോളാണ് ഇതിൽ വെക്കേണ്ടത്. അതും പിന്നെ ഒരു പാം ലീഫ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാം ലീഫിൻ്റെ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡനും ബ്ലാക്കുമാണ് അവരുടെ തീം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഏത് തീമാണേലും ഏത് സംഭവങ്ങളാണേലും കുഴപ്പമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫോക്സ് ബോൾ ഗോൾഡനും ബ്ലാക്കും വെച്ചെടുത്തു. പിന്നെ ഇത് അവർ പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കേക്കായിരുന്നു. നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ ഓരോ സാധനങ്ങൾ ഫിറ്റിങ്സിന് വരുന്നതിനൊക്കെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് വരും കേട്ടോ. കേക്കിൻ്റെ റേറ്റൊക്കെ കൂടാനുള്ള കാരണം പിന്നെ അതൊക്കെ തന്നെയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ ഓരോ ഡിസൈൻ വരുന്നതിനനുസരിച്ച് കേക്കിൻ്റെ കോസ്റ്റ് കൂടും.
അത് എന്താണോ നമുക്ക് അതിമ വരുന്നത് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ആ എക്സ്പെൻസ് നമ്മൾ കൂട്ടിയിട്ട് കസ്റ്റമറുടെ അടുത്ത് പറയും. പിന്നെ ഇങ്ങനെ ഹൈറ്റുള്ള കേക്കാണ് വരുന്നതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ബോക്സ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ 2 ബോക്സ് സെറ്റാക്കിയിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഓരോ കോസ്റ്റ് കൂടുന്നതിൻ്റെ കാരണങ്ങൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് അതേ ദിവസം തന്നെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രീം കേക്ക് പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും. ചോക്ലേറ്റ് സ്പഞ്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ ഞാൻ വെറ്റ് ചെയ്തത് മിൽക്കും ചോക്ലേറ്റും കൂടിയും കൂട്ടിയിട്ടാണ് വെറ്റ് ചെയ്തത്. ഞാൻ ആദ്യം മറന്നിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് മിക്സാക്കാൻ. പിന്നെ ചോക്ലേറ്റ് വേറെ ഞാൻ മിക്സാക്കി ഇതിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ക്രീമിൽ ചോക്ലേറ്റ് ആക്കിയിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു. അതിൻ്റെ ശേഷം പിന്നെ ബദാമും ആൽമണ്ടും പിന്നെ ഹേസിൽനട്ടും കൂടിയും കൂടിയിട്ടാണ് നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഹേസിൽനട്ട് ഇടുമ്പോൾ ഹേസിൽനട്ട് നല്ല റേറ്റ് വരുന്നുണ്ട്, അപ്പോൾ കോസ്റ്റ് കൂടും. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യണത് യൂസ് ചെയ്യണത് അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ സാധനങ്ങളുടെയും കോസ്റ്റ് വരുന്നത്. ഈ ഡ്രീം കേക്ക് തന്നെ നമുക്ക് കുറേ റേറ്റിൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഈ ഡ്രീം കേക്കിൻ്റെ ഒരു തരംഗം ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഞാൻ നന്നായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ റെയറായിട്ട് എപ്പോഴേലൊക്കെ ഓർഡർ വരാറുള്ളൂ. ഇതൊരു 1/2 kg ആണ്. അവർക്ക് തന്നെ ഒരു പിസ്സ ഉണ്ടായിരുന്നു, ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കും. അങ്ങനെ ഈ 3 കേക്ക് ഹാഫ് kg ആയിട്ട് ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. 3 സാധനങ്ങൾ, ഒന്ന് പിസ്സ ആയിരുന്നു. പിന്നെ ഞാൻ നട്ട്സ് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഗനാഷ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ സെറ്റായിട്ട് പിന്നെ നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് മാത്രം മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല എന്താ പറയുക കട്ടിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഗനാഷ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ കൊക്കോ പൗഡർ ഒന്ന് നമുക്ക് എന്താ പറയുക ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. സീവ് ചെയ്തിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഡ്രീം കേക്ക് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ 3 1/2 kg ബനാന കേക്ക് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. റോബസ്റ്റ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ബനാന കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ 2ഉം 3ഉം കേക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കേക്കിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് കിട്ടില്ല. അതൊക്കെ 3 1/2 kg കേക്ക് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെ എനിക്ക് മാത്രം ആയതുകൊണ്ട് പിന്നെ കഴിക്കാനും വല്ലാണ്ട് ആൾക്കാരില്ല. പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങനെ കേക്കിന് അവർക്ക് കൊടുത്തു കേട്ടോ, കസ്റ്റമർക്ക്. പിന്നെ അതൊരു റാഫെല്ലോ കേക്കാണ് കേട്ടോ. തീം വരുന്നത് ഫുട്ബോൾ തീമാണ്. അവർക്ക് അന്ന് സ്പെയിന് കപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് മെസ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഫുട്ബോൾ തീം വേണ്ടതെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ ഫൈനൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ചെയ്ത് കൊടുത്ത കേക്കാണ് കേട്ടോ, ഫൈനലിൻ്റെ മുന്നേ. ഒക്കെ ഒരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മളിടുന്ന് തന്നെയാണ് ഇവർ കേക്ക് ഓർഡർ ചെയ്യാറ്. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്ത ഒരു ദിവസം തന്നെ വന്നതാണ് റാഫെല്ലോ കേക്ക് കേട്ടോ. ഇതും ആ ഫുട്ബോൾ തീമുള്ള കേക്കും റാഫെല്ലോ തന്നെയാണ്. ഇത് റാഫെല്ലോ പ്രീമിയാണ് ഈ കേക്ക്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് കൂട്ടി വാങ്ങാം. അങ്ങനെ എന്താ പറയുക പ്രീമിയം പറയുമ്പോൾ അപ്പോൾ അത്യാവശ്യം ഫില്ലിങ്ങും ഓരോ സാധനങ്ങളൊക്കെ കൂട്ടി നമ്മളതിൻ്റെ ഫില്ലിങ്ങിന് കൊടുക്കും. അങ്ങനെ പ്രീമിയം ആകുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും കൂടും. പിന്നെ 2 കേക്ക് ഇതേപോലെ തന്നെ ഫൈനലിൻ്റെ തലേ ദിവസം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഒന്ന് ബട്ടർ സ്കോച്ചും ഒന്ന് വൈറ്റ് വാഞ്ചും ആയിരുന്നു. ബട്ടർ സ്കോച്ചിലാണ് ഞാൻ ഫുട്ബോൾ തീം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ബ്രൗണിയാണ് കേട്ടോ. ബ്രൗണിയും NYC കുക്കീസും പിന്നെ പ്ലം കേക്കും കൂടി ആയിരുന്നു കേട്ടോ ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബ്രൗണി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം വരേണ്ടത്, ഇങ്ങനെ എന്താ പറയുക കുറച്ച് ക്രിസ്പായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തൊലി പൊളിഞ്ഞ പോലെ കുറച്ചിങ്ങനെ അങ്ങനെയാണ് ഒരു ക്രാക്ക് വീണിട്ടാണ് ബ്രൗണിൻ്റെ മുകൾ ഭാഗം വരേണ്ടത്. ഉള്ളിലിങ്ങനെ ജ്യൂസി ആയിട്ട് അങ്ങനെയാണ് ബ്രൗണി വരേണ്ടത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് സാധാ ബ്രൗണിയാണ് കേട്ടോ. കൂടുതൽ ഇതിൽ ഫില്ലിങ് എന്താ പറയുക ചോക്ലേറ്റ് ഒന്നും കൊടുക്കാണ്ട് സാധാ ഒരു ബ്രൗണി. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഗനാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് മിൽക്ക് ചോക്ലേറ്റും കൊടുക്കാം കേട്ടോ. പിന്നെ ഓരോ പീസുമേലും പല കളറൊക്കെ കൊടുത്ത് നമുക്ക് പല ഫ്ലേവറൊക്കെ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതാണ് കേട്ടോ കുക്കീസ് ഞാനിങ്ങനെ ബോളാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ ഓവൻ കയറ്റുമ്പോഴാണ് അതിങ്ങനെ പരന്ന് കുക്കീസിൻ്റെ ഷേപ്പായി വരും കേട്ടോ. ഇത് ഇതേപോലെ തന്നെ മുകൾ ഭാഗം കുറച്ച് ക്രിസ്പായിട്ട് ഉള്ളിൽ ജ്യൂസി ആയിട്ട് അങ്ങനത്തെ ഒരു കുക്കീസാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ടേസ്റ്റുള്ള കുക്കീസാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇതിൽ ബദാം പൗഡറും
എന്താ പറയുക ഫുള്ള് കോസ്റ്റുള്ള സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യണത്. NYC ന്യൂയോർക്ക് സ്റ്റൈൽ കുക്കീസ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയുണ്ടാവും, നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല പിസ്സ അതേ ദിവസം തന്നെ ഓർഡർ ഉണ്ടായിരുന്നു, അതും പിന്നെ ബനാന കേക്കാണ് ഇട്ടത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം കേട്ടോ.